നമസ്കാരം. ഞാൻ വർഗീസ് കളത്തിൽ. നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ ഈ ചാനലിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാനൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് DLED വിദ്യാർത്ഥികളെയാണ്. ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ. ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കലാപഠനമാണ്. ഈ വർത്തമാന കാലത്ത് കലാപഠനത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ വന്നു. വളരെ മനോഹരമായി ഇതുവരെ ചെയ്തിരുന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തവും ശക്തവുമായി സ്കൂളുകളിൽ കലാപഠനം നടക്കുകയാണ്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള കോഴ്സായ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷനിൽ കലാപഠനത്തിന് വളരെ ശക്തമായ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 1, 2, 3, 4 സെമസ്റ്ററുകളിലായി കലാപഠനത്തിൻ്റെ 5 മേഖലകൾ, അതിലെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളും അതിൻ്റെ ക്ലാസ് മുറിയിലെ ആപ്ലിക്കേഷനും ഈ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട്. ചിത്രം, സംഗീതം, നൃത്തം, അഭിനയം, സിനിമ, ഈ 5 മേഖലകളിലെയും കുറച്ച് അടിസ്ഥാന ആശയങ്ങളും അതിനോടൊപ്പം ക്ലാസ് മുറിയിൽ നമ്മുടെ കുട്ടികളെ ഈ വിഷയങ്ങൾ എങ്ങനെ നന്നായി പഠിപ്പിക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളും 1 മുതൽ 4 സെമസ്റ്ററുകളിലായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക സിലബസ് ഉണ്ട്, ഒരു പാഠഭാഗമുണ്ട്. ഈ സിലബസിൻ്റെ 1ാമത്തെ സെമസ്റ്ററിൽ അതിൻ്റെ അവസാനം എൻഡ് സെമസ്റ്റർ അസസ്മെൻ്റ് എന്ന പേരിൽ ആ ഒരു സെമസ്റ്ററിൽ നിങ്ങൾ ആർജിച്ചെടുത്ത ശേഷികളും നൈപുണ്യങ്ങളുമൊക്കെ ശരിയായി മനസ്സിലാക്കുക എന്നറിയാനുള്ളൊരു പരീക്ഷയുണ്ട്. 2ാമത്തെ സെമസ്റ്ററിൽ ഒരു പൊതു പരീക്ഷയായി ആർട്ട് എഡ്യൂക്കേഷനുണ്ട്, കൂടെ വർക്ക് എഡ്യൂക്കേഷനും. 2ാമത്തെ സെമസ്റ്ററിലാണ് പൊതുപരീക്ഷ. ആ പൊതുപരീക്ഷയ്ക്ക് മിനിമം പാസ്സാവാനുള്ള മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാവാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചാനലുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ 4 സെമസ്റ്ററുകളിലും നിങ്ങൾ ആർജിക്കേണ്ട ചില ശേഷികളും നൈപുണ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനും എൻ്റെ സെമസ്റ്റർ അസസ്മെൻറ്റുകളിലും ഒപ്പം 2ാം സെമസ്റ്ററിന് ശേഷം നടക്കുന്ന പൊതുപരീക്ഷയിലും നിങ്ങൾക്ക് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവാനുമുള്ള അതിനാവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. 3ാമത്തെ സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പാണ്. LP വിഭാഗത്തിൻ്റെ ഇൻറ്റേൺഷിപ്പ് 3ാമത്തെ സെമസ്റ്ററിലാണ് നടക്കുന്നത്. ആ സെമസ്റ്ററിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെഡഗോജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ 2ാമത്തെ സെമസ്റ്ററിലെ പൊതുപരീക്ഷ കഴിഞ്ഞാലും പ്രധാനപ്പെട്ട ഭാഗം നിലനിൽക്കുന്നത് 3ാം സെമസ്റ്ററിലുള്ള ഇതിൻ്റെ പെഡഗോജിക്കൽ അനാലിസിസും ടീച്ചിങ് മാനുവൽ തയ്യാറാക്കലും, എന്താണ് നിലവിലുള്ള പാഠ്യപദ്ധതി സമീപനമെന്നും ആ പാഠ്യപദ്ധതി സമീപനം കലാപഠനത്തെ എങ്ങനെ കാണുന്നുവെന്നും 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എങ്ങനെ കലാപഠനവുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗങ്ങൾ ക്ലാസ്സുകളിൽ വിനിമയം ചെയ്ത് കൊടുക്കണം എന്നുമൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത് 3ാം സെമസ്റ്ററിലുമാണ്. 4ാമത്തെ സെമസ്റ്ററിൽ 5, 6, 7 ക്ലാസ്സുകളിലെ ഇൻറ്റേൺഷിപ്പ് നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സെമസ്റ്ററുകളിലും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് കലാപഠനം. എത്ര തീവ്രമായി നിങ്ങൾ കലാപഠനത്തിനെ സമീപിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്ലാസ് മുറികളിൽ പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന ഒരു ബോധന രീതി ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ സാർവത്രികമായിരിക്കുന്നു. ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠന വിരസത ഉണ്ടാക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, ഏത് വിഷയവുമായിക്കോട്ടെ, അതിനെ കലാപഠനത്തിനോട് അല്ലെങ്കിൽ കലയോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലാസ് മുറിയിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അവർ പലപ്പോഴും പറയുക ഫിസിക്കൽ എഡ്യൂക്കേഷനും കലാപഠനവും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും കാണാതെ പഠിക്കേണ്ട ഒന്നല്ലെന്നും തങ്ങൾക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് എന്നൊരു ബോധമാണ് കുട്ടികളെ അത്തരത്തിലുള്ളൊരു മറുപടിയിൽ എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് വിരസതയുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പഠിച്ചെടുക്കാൻ പ്രയാസമുള്ള സബ്ജക്റ്റുകളെ, അതിലെ പഠന നേട്ടങ്ങളെ കലയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കുകയും ആ പഠനത്തിൻ്റെ വിരസത ഒഴിവാക്കാൻ പറ്റുമെന്ന്
ഇപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി വളരെ ശക്തമായി അവലംബിക്കുന്നു. അതിപ്പോൾ കേരളത്തിലും ആ രീതി പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഓർമ്മിപ്പിച്ചത്, നിങ്ങളിപ്പോൾ ഈ DLED പഠനത്തിൻ്റെ ഭാഗമായി കലാ പഠനത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും പരീക്ഷ എഴുതി പാസ്സാവുകയും ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ പഠിപ്പിക്കാനായി പോകുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഏറ്റവും ഫലപ്രദമായി നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ വിനിമയം ചെയ്യുന്നതിൽ കലാപഠനത്തിൻ്റെ സാധ്യതകളും അതിലൂടെ നിങ്ങൾ ആർജിക്കുന്ന ചില ടെക്നിക്കുകളും ഒക്കെ നിങ്ങൾ നന്നായി സഹായിക്കും. അതുകൊണ്ട് തന്നെ കലാപഠനം എന്നത് DLED കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എൻ്റെ സെമസ്റ്റർ അസസ്മെൻറ്റിലും പൊതുപരീക്ഷയിലും ഉയർന്ന മാർക്ക് നേടി പാസ്സാവാൻ ഈ ചർച്ച ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി.